ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നിതാ എനിക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് മീൻ പീര ഉണ്ടാക്കിയാലോ എന്ന്. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്ന മീൻ പീര ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും വളരെ എളുപ്പത്തിൽ ഒരു മീൻ പീരയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. മീനെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്കുള്ള അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അരപ്പിലേക്കായിട്ട് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് കേട്ടോ പീര വറ്റിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതിൽ ഞാനൊരു 15ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, നമ്മൾ എരിവിന് അനുസരിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് എടുത്തിട്ടുള്ളത്. കുറച്ച് എരിവ് വേണം ഈ മീൻ പീരയ്ക്ക്. പിന്നെ ഇതാ ചെറിയ 4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഒതുക്കിയെടുക്കാൻ മാത്രമാണ് കേട്ടോ വേണ്ടത്. അരപ്പ് ഞാൻ ഇതേപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് അരപ്പെല്ലാം ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും മത്തിപ്പീര വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മീൻ പീരയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം, ഒന്നും മറക്കില്ല. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുടപ്പുളിയാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇളക്കിയിട്ട് ഇനി മീനിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീനിട്ട് കൊടുക്കാം. ഇനി മീനിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സിമ്മിലാക്കി കൊടുത്താൽ മതി കേട്ടോ. തിളച്ച് വരുമ്പോൾ നല്ല മണമാണ് വരുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുട്ടിച്ച് കൊടുത്താലും മതി. ചട്ടി എടുത്തിട്ട് ഞാൻ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പോൾ മത്തിപ്പീരയുടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ 2-3-4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് ഓഫാക്കാം. ഞാൻ ഒരു തവണ മാത്രമാണ് കേട്ടോ ഞാൻ തവി കൊണ്ട് ഒന്ന് ഇളക്കിയത്. പിന്നെ ഞാൻ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തവി കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ മത്തിയൊക്കെ അത് പീസൊക്കെ പോകും. അപ്പോൾ പിന്നെ അങ്ങനെ ഇളക്കരുത്, ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ മീൻപീര റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. നല്ല ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മീൻപീര. ഇപ്പോൾ മീൻപീര റെഡിയായി, കണ്ടില്ലേ? വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻപീരയ്ക്ക്. പ്രത്യേകിച്ച് മത്തി എന്ന് പറയുമ്പോൾ മത്തി കഴിക്കുന്നത് തന്നെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് മത്തി കഴിക്കുന്നത്. അങ്ങനെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.